ഈ ഒരു കാലത്ത് കേരളം നാട്ടുമാവുകളാൽ വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും വീടിൻ്റെ വളപ്പിലും 3-4 നാട്ടുമാവുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ എൻ്റെയൊക്കെ വീടിൻ്റെ അരമതിലിൽ നിൽക്കാമെങ്കിൽ വീട്ടിലെ തത്തച്ചുണ്ടൻ മാവിൻ്റെ കൊമ്പ് വീടിൻ്റെ അരമതിലിനോട് ചേർന്നാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അരമതിലിൽ നിന്നുകൊണ്ട് മാങ്ങ ഉണ്ടാകുന്ന കാലത്ത് മാങ്ങ പറിക്കാം. അത്രമാത്രം മാവും വീടും തമ്മിൽ, മനുഷ്യരും തമ്മിലൊരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. മറ്റ് ഫലവൃക്ഷങ്ങൾ പോലെയല്ല മാവ്. ഈ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയും അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. ഒരുപക്ഷെ അത് അങ്ങനെ ആ വരികൾ പാടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടുമാവിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു ശോകമയമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം തത്തച്ചുണ്ടൻ, കിളിച്ചുണ്ടൻ, കോട്ടൂക്കോണം, നാട്ടുമാവ്, കപ്പമാവ്, മൈലാപ്പൂമാവ്, ചന്ദ്രക്കാരൻ, ഇങ്ങനെ നാനാജാതി നാട്ടുമാവുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മാങ്ങയ്ക്കും ഓരോ ആകൃതിയാണ്, ഓരോ നിറമാണ്, അതിൻ്റെ രുചിയും ഓരോന്നാണ്. അത് പച്ചയ്ക്ക് തിന്നുമ്പോൾ ഒരു രുചിയാണ്, പഴുത്ത് കഴിയുമ്പോൾ വേറൊരു രുചിയാണ്. പച്ചയ്ക്ക് തിന്നാൻ മാത്രമുള്ള പച്ചതിന്നി മാങ്ങയുണ്ട്. അപ്പോൾ അത് ആ മാവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഈ നാട്ടുമാവുകൾ. പലതരത്തിലുള്ള മാവുകൾ, പല രുചിഭേദങ്ങൾ, പല നിറഭേദങ്ങൾ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ അതെല്ലാം ഏതാണ്ട് വംശമറ്റ് ഏതാണ്ട് കുറ്റിയറ്റ് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും. ഇപ്പം നമ്മളുടെ മാവെന്ന് പറഞ്ഞാൽ കുള്ളൻ മാവുകളാണ് ഏറെയും. അത് ഇപ്പം അൽഫോൻസി ആകട്ടെ, നീലമാകട്ടെ, കാലാപ്പാടിയാകട്ടെ, ഈ പുതിയ തലമുറയിൽപ്പെട്ട രുചി കൂടുതലുള്ള, മധുരം കൂടുതലുള്ള ധാരാളം മാവുകൾ ഇപ്പോൾ ഒട്ടുമാവുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒട്ടുമാവുകൾ ഈ ഒരു ബോൺസായി പരുവത്തിലാണ് അത് വളരുന്നത്. ഒട്ടും പടർന്ന് പന്തലിച്ച് വളരില്ല. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് കൊമ്പ് ഒരു 2 പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു കൊമ്പ് ഉണങ്ങിപ്പോകും. തന്നെയുമല്ല ഈ ഒന്നിരാടൻ വർഷങ്ങളിലെ ചിലപ്പോൾ കായ്ക്കൂ. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും അതിനുണ്ട്. അതിൻ്റെ മധുരത്തിനും രുചിക്കും ഒന്നും നമുക്ക് ഒരു കുറവും പറയാനില്ല, ഒന്നാന്തരമാണ്. പക്ഷേ ഈ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ നാട്ടുമാവുകൾക്ക് അതിൻ്റെതായ ഒരു രുചിയും അതിൻ്റേതായ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വീടിൻ്റെ മുൻവശത്ത് ഒരു മൂവാണ്ടൻ മാവ്, എൻ്റെയൊക്കെ ഓർമ്മയിലെ മൂവാണ്ടൻ മാവ് എന്ന് പറയുന്നത് ഒരു 3 പേര് പിടിച്ചാൽ പിടിമുറ്റാത്ത മാവാണ്. ഒരു പക്ഷേ ഒരു സദസ്സിൽ അധ്യക്ഷം വഹിച്ച് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്തെ ആ മാവാണെന്ന് നമുക്ക് തോന്നും. വീടിൻ്റെ മുറ്റത്ത് അധ്യക്ഷം വഹിച്ച് നിൽക്കുകയായിരുന്നു ആ മാവ്. അപ്പം നമ്മുടെ പുതിയ കാലം വന്നപ്പോൾ വീടുകളുടെ എണ്ണം കൂടുന്നു, സ്ഥലവിസ്തൃതി വളരെ കുറയുന്നു. മാത്രമല്ല പണ്ട് ശവദാഹത്തിന് പോലും നമ്മൾ മാവാണ് ഉപയോഗിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം ശവദാഹത്തിന് മാവിൻ്റെ വിറകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില കാരണവന്മാർ പറയും ഈ മാവ് എനിക്ക് നിർത്തിയിരിക്കുകയാണ് എന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ നമ്മളുടെ ഈ നാട്ടുമാവുകൾ ഏറെയും ഒരുപക്ഷെ ഇന്ന് അന്യമായിരിക്കുകയാണ്. അപ്പോൾ അത് അന്യമാകുമ്പോൾ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം ഉയരാം. അന്യമാകുമ്പോൾ കുഴപ്പമുണ്ട്. കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയിലെ ഈ ജൈവബന്ധത്തിലെ ഏറ്റവും ഒരു കണ്ണിയായി നിന്നിരുന്നതാണ് ഇതെല്ലാം. മാത്രമല്ല നമ്മളൊരു ഊഞ്ഞാലിടുമ്പോൾ, വീട്ടിൽ കുട്ടികൾക്കൊരു ഓണത്തിനൊരു ഊഞ്ഞാലിടുമ്പോൾ അത് മൂവാണ്ടൻ മാവിൻ്റെ ഒരു കൊമ്പിലാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കിളിച്ചുണ്ടൻ മാവിൻ്റെ ഒരു കൊമ്പിലാണ് ഇട്ടിരുന്നത്. അതിൽ ചില്ലാട്ടം പറന്നൊരു കുഞ്ഞ് പറക്കുമ്പോൾ ആ മാവും കുഞ്ഞും നമ്മുടെ കുട്ടികളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയാണ്. അവർ മണ്ണിലിറങ്ങുകയാണ്. മാത്രമല്ല കാറ്റേ വാ ഞങ്ങൾക്കൊരു മാമ്പഴം ഇട്ടുതാ എന്ന് പറഞ്ഞ് അവധിക്കാലങ്ങൾ മാവിൻ ചുവട്ടിൽ കഴിഞ്ഞ ഒരു തലമുറയുടെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണിലിറങ്ങാത്ത ഒരു തലമുറയുടെ കാലത്ത് ഇതിനൊന്നും വലിയ അർത്ഥമില്ല എങ്കിൽ പോലും ഒരു തലമുറയുടെ ഓർമ്മയിൽ ഇപ്പോഴും ഈ നാട്ടുമാവുകൾ ജീവിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളുടെ കവികളും നമ്മളുടെ ലളിതഗാനങ്ങളിലും ചലച്ചിത്രഗാനങ്ങളിലും കഥകളിലും ബിംബങ്ങളായി വരുന്നു എന്നതിനപ്പുറത്ത് നാട്ടുമാവുകൾ ഓർമ്മയിൽ നിന്ന് തന്നെ മായുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ നാട്ടുമാവുകളുടെ സംരക്ഷണം നമുക്ക് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതൊരു ജൈവ സംരക്ഷണത്തിൻ്റെ കൂടി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഇതിനെ കാണണം. അപ്പോൾ അതിനെന്താ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കട്ടെ. ഇതിപ്പം മാമ്പഴക്കാലമാണ്. നമ്മുടെ കുട്ടികളെ കൂടി നമ്മൾ ഇതിൽ സന്നിവേശിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ മണ്ണിലിറങ്ങാത്ത, മണ്ണിൽ ചവിട്ടാത്ത, വെയിൽ കൊള്ളാത്ത കുഞ്ഞുങ്ങളൊന്ന് വെയിൽ കൊള്ളട്ടെ.
ഒന്ന് മണ്ണിൽ ചവിട്ടട്ടെ, അവിടെ അവരുടെ കയ്യിൽ ഒരല്പം മണ്ണ് പുരളട്ടെ. അതിനൊരു അവസരം കൂടിയാകും അത്. ഈ സമയത്ത് സ്കൂളുകളിലെ NCC, അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NSS നാഷണൽ സർവീസ് സ്കീം, ഈ കുട്ടികളെ ഇങ്ങനെയുള്ള പല തരത്തിൽ നമ്മളുടെ സ്കൂളുകളുമായി ചേർന്ന് കോളേജുകളുമായി ചേർന്നൊക്കെ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനത്തിലുള്ള കുട്ടികളെ ഇതിന് ഉപയുക്തമാക്കാം. നമ്മുടെ നാട്ടിലുള്ള സകല നാടൻ മാവിൻ്റെ മാങ്ങയണ്ടി നമ്മൾ സംഭരിക്കുക. അതിൻ്റെ പ്രാഥമികമായി ചെയ്യേണ്ടത് അതാണ്. സംഭരിച്ചിട്ട് അത് പ്രത്യേകം ലേബൽ ചെയ്യണം. ഇപ്പോൾ തത്തച്ചുണ്ടൻ മാവാണെങ്കിൽ അങ്ങനെ, കിളിച്ചുണ്ടൻ മാവാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അത് കുട്ടികളെ കൊണ്ട് തന്നെ വാരമെടുത്ത് നട്ട് നനച്ച് അത് പാകി വളർത്തണം. അതെല്ലാം മുളയ്ക്കട്ടെ, ഒരെണ്ണം പോലും നഷ്ടമാകില്ല. ഈ നാട്ടുമാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ്, ഒന്നും മുളയ്ക്കാതിരിക്കില്ല, എല്ലാം മുളച്ച് കിട്ടും. മുളച്ച് കിട്ടുന്നത് നമ്മൾ പോട്ടി മിക്സർ നിറച്ച ചെറിയ പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റി അത് വളർത്തിയെടുക്കണം. അടുത്ത വർഷം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ കേരളമാകെ നമുക്ക് നാട്ടുമാവുകൾ കുട്ടികളെ കൊണ്ട് വിതരണം ചെയ്യണം. കഴിയുമെങ്കിൽ ഈ അയൽവീട്ടിലൊരു മരം എന്ന് പറയുന്നത് പോലെ നാട്ടുമാവിലൂടെ ഒരു സൗഹൃദം കൂടി ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങളും തൊട്ടടുത്ത അധ്യാപകരും കൂടി ചേർന്ന് വീടുകളിൽ പോയിട്ട് ഈ ഒരു കുഴിയെടുത്ത്, തൂമ്പ കൊണ്ടൊരു കുഴിയെടുത്ത് മാവ് നട്ടു കൊടുക്കുക. സ്കൂളിൻ്റെ വളപ്പുകൾ മുഴുവൻ, എത്രയോ സ്കൂളുകളുടെ വളപ്പുകൾ തരിശായി കിടക്കുന്നു, ഒന്നും കൃഷി ചെയ്യാതെ. ഈ കുട്ടികളെ കൊണ്ട് തന്നെ മാവ് നടിയിക്കുക. അപ്പോൾ ആ കുഞ്ഞിന് തോന്നും ഇത് ഞാൻ നട്ട മാവാണ്, എൻ്റെ മാവാണ് എന്ന് പറയുന്ന വലിയൊരു ആത്മബന്ധം ആ മാവുമായിട്ടുണ്ടാകും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ എത്രയോ വൃക്ഷങ്ങൾ നട്ടിരിക്കുന്നു. ഓരോ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾ നട്ട് നമ്മൾ മാറുകയാണ്. ഈ വൃക്ഷങ്ങൾ, അത് നട്ട വൃക്ഷങ്ങളിലേറെയും യാതൊരു പ്രയോജനവുമില്ലാത്ത പാഴ്മരങ്ങളായിട്ടുള്ളവയാണ് നമ്മൾ നട്ടത്. അത് അക്കേഷ്യ ആകട്ടെ, യൂക്കാലിപ്റ്റസ് ആകട്ടെ, മഹാഗണി ആകട്ടെ, ഏതും. ഇപ്പോഴതെല്ലാം വെട്ടി നമ്മൾ വിറ്റ് പണമാക്കുകയാണ്. അതല്ല വേണ്ടത്. ഇത് നാടിൻ്റെ അല്ലെങ്കിൽ ആ ജൈവ സമ്പത്തിൻ്റെ ഒരു സമ്പന്നതയായി ഈ മാവുകൾ വളരണം. ഇത് കുറ്റിയറ്റു പോകാൻ അനുവദിക്കരുത്. അവിടെ കുഞ്ഞുങ്ങളെ കൂടി ചേർത്ത് പിടിക്കണം. അവർ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ബാലപാഠം അവരിലേക്ക് പകർന്നു നൽകുവാൻ കൂടി അതൊരു നല്ല അറിവായി അവർക്ക് മാറും. ഇത് എൻ്റേതാണ്, ഞാൻ നട്ട മാവാണ് എന്ന് ഒരു കുഞ്ഞു പറയണം. അങ്ങനെ കൃഷിയോട്, മണ്ണിനോട്, ഈ പ്രകൃതിയോടെ ഒക്കെ നമ്മളുടെ കുട്ടികളെ കൂടി അടുപ്പിക്കുവാൻ, ഒന്ന് ചേർത്ത് നിർത്തുവാൻ അത് കുറച്ചുകൂടി സഹായകമാകും. ഒപ്പം നാട്ടുമാവുകൾ നശിച്ചു പോകാതെ ഈ നാടിൻ്റെ നന്മയായി അത് നിലകൊള്ളുകയും ചെയ്യും. വളരെ വലിയ അധ്വാനമൊന്നും കൂടാതെ, വലിയ പണച്ചെലവില്ലാതെ നമുക്ക് നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ഒന്ന് കൈകോർക്കുകയും അതിന് കുട്ടികളെ കൂടി പങ്കാളികളാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ കേരളം നാട്ടുമാവുകളുടെ ഒരു പറുദീസയായി മാറും. നമ്മുടെ നാട്ടിലെ നാട്ടുമാവുകൾ മുഴുവൻ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയും. അത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് നമ്മൾ നൽകുന്ന വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതിലൂടെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് ഇറക്കുവാനും മണ്ണിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും ഈ വൃക്ഷങ്ങളോടുള്ള അവരുടെ ഒരു വലിയ മമതയുണ്ടാക്കുവാനും ഒക്കെ അത് ഉപകരിക്കുകയും ചെയ്യും. ആ രീതിയിൽ നാട്ടുമാവുകൾ തിരിച്ചു വരട്ടെ. നാട്ടുമാവുകളുടെ ശൃംഖല, ആ ഒരു സമ്പന്നത കേരളത്തിൽ നമുക്ക് വീണ്ടും പുനർജനിക്കുവാൻ അത് ഇടയാകട്ടെ എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം.